സഹോദരി സഹോദരന്മാരെ, നമ്മുടെ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിലാണ് നാം ഇപ്പോൾ നിൽക്കുന്നത്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും രാജ്യത്തെ ജനങ്ങൾക്ക് നല്ല നിലക്ക് ബോധ്യമായ ഒരു കാലമാണിത്. നമ്മുടെ രാഷ്ട്രത്തിൻ്റെ സംരക്ഷണം, അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉയരുന്ന രാഷ്ട്രത്തിൻ്റെ മൂല്യങ്ങൾ സംരക്ഷിക്കണമെങ്കിൽ, ഭരണഘടന സംരക്ഷിക്കണമെങ്കിൽ, മതനിരപേക്ഷതയും ജനാധിപത്യ വ്യവസ്ഥയും സംരക്ഷിക്കപ്പെടണമെങ്കിൽ ഈ രാജ്യത്ത് ഇതെല്ലാം തകർക്കുന്നതിന് നേതൃത്വം കൊടുക്കുന്ന BJPയെ പരാജയപ്പെടുത്തേണ്ടതുണ്ട് എന്നതാണ് പൊതുവെ ജനങ്ങൾക്കുള്ള ധാരണ. ആ നിലക്കുള്ള വലിയൊരു മുന്നേറ്റം രാജ്യത്താകെ നടക്കുന്ന ഒരു ഘട്ടമാണിത്. നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യ വ്യവസ്ഥ വലിയ തോതിലാണ് അട്ടിമറിക്കപ്പെടുന്നത്. ഇവിടെ തെരഞ്ഞെടുപ്പ് രംഗം സാധാരണഗതിയിൽ ജനങ്ങളുടെ ജനാഭിലാഷമനുസരിച്ച് തിരഞ്ഞെടുക്കപ്പെടുക എന്നതാണ് ജനാധിപത്യ പ്രക്രിയയിൽ തിരഞ്ഞെടുപ്പിലൂടെ നടക്കുന്നത്. എന്നാൽ അത് പൂർണ്ണമായും അട്ടിമറിക്കാനുള്ള നീക്കമാണ് BJP നടത്തിയത് എന്നത് നമുക്കേവർക്കും അറിയാവുന്ന കാര്യമാണ്. അതാണ് ഇലക്ടറൽ ബോണ്ട് എന്ന വലിയ അഴിമതിയിലൂടെ BJP ശ്രമിച്ചത്. ഇലക്ടറൽ ബോണ്ട് വൻതോതിൽ തിരഞ്ഞെടുപ്പ് രംഗത്തെ പണക്കൊഴുപ്പിലൂടെ സ്വാധീനിക്കുന്നതിനു വേണ്ടിയുള്ള നീക്കത്തിൻ്റെ ഭാഗമായിരുന്നു. നാം കാണേണ്ടത്, ഇതിൻ്റെ ഭാഗമായി BJP 8,251 കോടി രൂപയാണ് സമാഹരിച്ചത്, പുറത്തു വന്ന കണക്കുകളനുസരിച്ച്. അപ്പോൾ എത്ര വലിയ അട്ടിമറിക്കാണ് BJP ശ്രമിച്ചത്, ഏതെല്ലാം രീതിയിലുള്ള അഴിമതി ഇതിൻ്റെ ഭാഗമായി അരങ്ങേറി എന്നതും നാം ഗൗരവമായി കാണേണ്ടതായിട്ടുണ്ട്. ഈ അഴിമതി, ഇലക്ട്രൽ ബോണ്ട് സിസ്റ്റം, അത് കൃത്യമായും അഴിമതിയാണ് എന്ന് രാജ്യത്തിന് മുന്നിൽ നിലപാടെടുത്തത് ഇടതുപക്ഷ പാർട്ടികൾ മാത്രമാണ്. അതിനകത്ത് ഈ ഇലക്ട്രൽ ബോണ്ട് സിസ്റ്റം ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിക്കാനും CPIM തയ്യാറായി. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തെ കോൺഗ്രസ് ഇതിനെ എതിർത്തില്ല എന്ന് മാത്രമല്ല, നമുക്കും കിട്ടണം പണം എന്ന നിലപാടെടുത്ത് ആ ഇലക്ട്രൽ ബോണ്ടിലൂടെ പണം സമാഹരിച്ച് വെക്കുകയാണ് ചെയ്തത്. 8,250 കോടി നമ്മുടെ രാജ്യം ഭരിക്കുന്ന BJP സ്വന്തമാക്കിയപ്പോൾ കോൺഗ്രസ് മോശമല്ലാതെ 1,952 കോടി അവരും സ്വന്തമാക്കുകയുണ്ടായി. എന്തൊരു നാണക്കേടാണെന്ന് നോക്കണം. അഴിമതിയുടെ ഭാഗമായുള്ള ഒരു
സമ്പ്രദായത്തിൽ അതിലൂടെ പണം സമാഹരിക്കാൻ തങ്ങൾക്ക് ഒരു മടിയുമില്ല എന്നതാണ് ഇവിടെ കണ്ട വസ്തുത. ഈ കാര്യത്തിൽ തത്വാധിഷ്ഠിതമായ നിലപാട് ഇടതുപക്ഷത്തിന് മാത്രമാണ് സ്വീകരിക്കാൻ കഴിഞ്ഞത്. അതിൻ്റെ ഭാഗമായി കൊടുത്ത കേസിൽ അവസാനം സുപ്രീം കോടതിയുടെ വിധി വന്നു. ആ വിധി അനുസരിച്ച് നമ്മുടെ രാജ്യത്ത് ഈ സമ്പ്രദായം ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് വിധിക്കുകയും അതിൻ്റെ എല്ലാ വിവരങ്ങളും പുറത്തു വിടണമെന്ന് കോടതി കൽപ്പിക്കുകയും ചെയ്തു. പക്ഷേ അപ്പോഴും അതിന് തടയിടാനാണ് ഗവൺമെൻറ് ശ്രമിച്ചത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഇതിൻ്റെ കസ്റ്റോഡിയൻ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലൂടെ ഈ വിവരങ്ങൾ പുറത്തു പറയാതിരിക്കുന്നതിനുള്ള വലിയ ശ്രമം ഗവൺമെൻറ് നടത്തി. പക്ഷേ നല്ല ദൃഢതയോടെയുള്ള സമീപനം സുപ്രീം കോടതി സ്വീകരിച്ചപ്പോൾ എല്ലാ കണക്കുകളും പുറത്തു പറയേണ്ടി വന്നു. അവസാനം മാത്രമാണ് ആ കണക്ക് പുറത്തു വരുന്ന കോഡ് നൽകുന്നതിന് സ്റ്റേറ്റ് ബാങ്ക് തയ്യാറായത്. ഇപ്പോൾ നാടിൻ്റെ മുന്നിൽ അഴിമതിയുടെ ചിത്രം വ്യക്തമായിരിക്കുന്നു. ഈ ചിത്രം പുറത്തു വന്നപ്പോൾ ഒരു പേര് എല്ലാവരും പ്രത്യേകമായി ശ്രദ്ധിക്കുകയുണ്ടായി. അത് നമ്മുടെ രാജ്യത്തെ റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ ഒരു ഭീമൻ DLF എന്ന ഒരു കമ്പനി, അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. ആ DLFനെതിരെ സാധാരണഗതിയിലുള്ള ഒരു കേസുമായി ED രംഗപ്രവേശനം ചെയ്തു. ഹരിയാനയിലായിരുന്നു കേസ്. അതിൽ അഴിമതിയും വഞ്ചനയും ഈ മേഖലയിൽ ഇവർ DLF നടത്തി എന്നതാണ് കേസായി വന്നത്. ഇത് 2018 തന്നെ അത്തരമൊരു കേസെടുത്തെങ്കിൽ പിന്നീട് നാം കണ്ടത് BJP സർക്കാർ തന്നെ ആ DLF നിയമവിരുദ്ധമായി ഒന്നും നടത്തിയില്ല എന്ന് പറയുന്നതാണ്. നിയമവിരുദ്ധമായി ഒന്നും നടത്തിയില്ല എന്ന് പറയുന്നതിന് ഇടയാക്കിയത് എന്താണ്? അപ്പോഴേക്കും ഈ കമ്പനി ഈ വർഷങ്ങളിൽ 2018 ശേഷം 2022 വരെയുള്ള വർഷങ്ങളെടുത്താൽ ആകെ 170 കോടി രൂപ ഈ ഇലക്ട്രൽ ബോണ്ട് ഇനത്തിൽ BJPക്ക് നൽകി കഴിഞ്ഞു. അപ്പോൾ ഏതെല്ലാം തരത്തിലുള്ള അഴിമതിയാണ് നടത്തുന്നത് എന്നാണ് നാം കാണേണ്ടത്. ആദ്യം ഇത്തരത്തിലുള്ള വ്യവസായികൾക്ക് നേരെ കേസെടുക്കുക, എന്നിട്ട് ആ വ്യവസായിക്ക് നേരെ വ്യവസായിയുടെ മേലെ സമ്മർദ്ദം ചെലുത്തുക, അതിൻ്റെ ഭാഗമായി പണം ഈടാക്കുക. 170 കോടി രൂപ ഒരു സ്ഥാപനത്തിൽ നിന്ന് തന്നെ കുറച്ച് വർഷങ്ങളായി ഇലക്ട്രൽ ബോണ്ട് എന്ന വക സമാഹരിക്കുക. അത്രയും പണം കിട്ടിയപ്പോൾ നിയമവിരുദ്ധമായി ഒന്നുമില്ല എന്ന് വിശദീകരണം കൊടുക്കുകയാണ്. ഇവിടെ ഈ പറയുന്ന DLF കമ്പനിയുമായി ബന്ധപ്പെട്ടായിരുന്നു കോൺഗ്രസിൻ്റെ പേര് വലിയ തോതിൽ ഉയർത്തിക്കൊണ്ടുവന്നിരുന്നത്. പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഉയർന്നു വന്നിരുന്നത്. അതെല്ലാം ഈ 170 കോടിയിൽ അവസാനിപ്പിക്കുന്നു എന്നതാണ് കാണാൻ നമുക്ക് സാധിക്കുക. അപ്പോൾ BJP സ്വീകരിക്കുന്ന രീതി
നമ്മുടെ രാജ്യത്തിലെ ജനാധിപത്യ പ്രക്രിയ, അന്വേഷണ വ്യവസ്ഥ, ഇത്തരം കാര്യങ്ങളൊക്കെ എങ്ങനെ അട്ടിമറിക്കപ്പെടുന്നു എന്നതാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. അവരുടെ ലക്ഷ്യം ഒന്ന് മാത്രമേ ഉള്ളൂ, അത് പണം സമ്പാദിക്കുക എന്നതാണ്. അവരാണ് അഴിമതിക്കെതിരെ വലിയ സംസാരം നടത്തി ഘോഷിച്ച് നടക്കുന്നത് എന്നത് നാം കാണേണ്ടതായിട്ടുണ്ട്. ഇത് അധികാരത്തിലിരിക്കുന്ന BJPക്ക് ഇത്തരത്തിൽ ബാധകമാണെങ്കിൽ കോൺഗ്രസിൻ്റെ അവസ്ഥയോ? കോൺഗ്രസും ഇതേ രീതിയിൽ തന്നെ ചില നടപടികൾ സ്വീകരിച്ചതായി കാണാൻ നമുക്ക് സാധിക്കും. ആന്ധ്രാപ്രദേശിലെ ഒരു രാജ്യസഭാംഗം, അദ്ദേഹം BJPയുടെ നേതാവാണ്, BJP രാജ്യസഭാംഗമാണ്. അദ്ദേഹത്തിൻ്റെ പേര് ചിന്നകുണ്ട മുനിസ്വാമി രമേശ്. അദ്ദേഹം വലിയ തോതിൽ വ്യവസായ രംഗത്തുള്ള ഒരു മാന്യനാണ്. അദ്ദേഹത്തിൻ്റെ കമ്പനിയാണ് ഋത്തിക് പ്രോജക്റ്റ് പ്രൈവറ്റ് ലിമിറ്റഡ്. അദ്ദേഹത്തിന് ഒരു ഘട്ടത്തിൽ BJP നേതാവാണെങ്കിലും വല്ലാത്തൊരു സ്നേഹം കോൺഗ്രസിനോട് തോന്നുന്നു. കോൺഗ്രസ്സിന് കുറച്ച് പൈസ കൊടുക്കാൻ അദ്ദേഹം തീരുമാനിക്കുന്നു. അതിൻ്റെ ഭാഗമായി 30 കോടി രൂപ ഈ ഇലക്ട്രൽ ബോണ്ട് വഴി കോൺഗ്രസ്സിന് എത്തിക്കുന്നു. ഒരാൾക്ക് ഒരു പാർട്ടിയോട് സ്നേഹം തോന്നുന്നു, പാർട്ടിക്ക് പണം കൊടുക്കുന്നു എന്ന് ധരിക്കണമെന്നാണ് നമ്മളോട് ഇവർ പറയുക. പക്ഷേ സാധാരണ ഇല്ലാത്തൊരു സ്നേഹം ഈ BJP നേതാവിന് ഉണ്ടാകാൻ എന്താണ് കാരണം? BJP നേതാവിൻ്റെ കയ്യിൽ നിന്നും അത്തരം പണം സ്വീകരിക്കാൻ കോൺഗ്രസിനെ പ്രേരിപ്പിച്ച ഘടകമെന്താണ്? അതുമായി ബന്ധപ്പെട്ട് പിന്നീട് പരിശോധിക്കുമ്പോഴാണ് ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസ് ഗവൺമെൻറ്റായിരുന്നു ആ ഘട്ടത്തിൽ. ആ ഗവൺമെൻറ്റിന് ജലവൈദ്യുത പദ്ധതികൾ നൽകുന്ന ഒരു രീതിയുണ്ടായിരുന്നു. അവിടെയുള്ള ജലവൈദ്യുത പദ്ധതിക്കായി ഇവർ അപേക്ഷിക്കുന്നു. ഈ പറഞ്ഞ ഋത്തിക് പ്രോജക്റ്റിന് അവിടെയുള്ള ജലവൈദ്യുത പദ്ധതി അനുവദിക്കുന്നു. അപ്പോൾ എങ്ങനെ അഴിമതിയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നിൽക്കുന്നുവെന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. ഒരു ഭാഗത്ത് BJP അഴിമതിയിലൂടെ പണം സമ്പാദിക്കുന്നു, വേറൊരു വഴിയിൽ അതേ മാർഗം സ്വീകരിച്ച് തന്നെ കോൺഗ്രസും പണം സമ്പാദിക്കുന്നു എന്നതാണ് കാണാൻ നമുക്ക് സാധിക്കുക. നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ വ്യവസ്ഥിതി ഏതെല്ലാം രീതിയിൽ അട്ടിമറിക്കപ്പെടുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ഇന്ന് 2 സംസ്ഥാന മുഖ്യമന്ത്രിമാരാണ് ജയിലിൽ കഴിയുന്നത്. അതിൽ ഏറ്റവും ഒടുവിലായത് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ നമ്മുടെ കോടതി മുൻപാകെ ചില വസ്തുതകൾ വെളിപ്പെടുത്തുകയുണ്ടായി. ഒരു തെളിവുമില്ലാതെയാണ് തന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഹാജരാക്കിയ തെളിവെന്താണ്? ഒരാൾ നൽകിയ മൊഴി, മാപ്പുസാക്ഷി. ആരാണ് മാപ്പുസാക്ഷി? ഒരു വ്യവസായി, ശരത് ചന്ദ്ര റെഡ്ഡി എന്ന ഒരു വ്യവസായി. ആ വ്യവസായിയെ ആദ്യം അറസ്റ്റ് ചെയ്യുന്നു. അറസ്റ്റ് ചെയ്ത് അദ്ദേഹം ജയിലിലായപ്പോൾ സ്വാഭാവികമായും അവിടെ നിന്ന് ഒഴിവാകാൻ അദ്ദേഹത്തിൻ്റെ കുടുംബമേ വ്യവസായ കുടുംബമാണ്, അച്ഛൻ വ്യവസായിയാണ്, എല്ലാവരും ശ്രമിക്കുന്നു. ആ ശ്രമത്തിൽ BJPക്ക് ഇലക്ട്രൽ ബോണ്ട് നൽകാൻ തയ്യാറാകുന്നു. അദ്ദേഹത്തിൻ്റെ വകയുള്ള കമ്പനികളിലൂടെ 55 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് നൽകുന്നു. അതോടൊപ്പം മറ്റൊരു ഡീൽ കൂടി
ഉറപ്പിക്കുകയാണ്. വ്യവസായിയായ ആൾക്ക് എങ്ങനെയെങ്കിലും ഇറങ്ങി വരണമെന്നുണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങളിറങ്ങിക്കോ, നിങ്ങൾക്കൊരു തടസ്സവുമില്ല. ഒരു കാര്യം വേണം, നിങ്ങൾ മാപ്പ് സാക്ഷിയാകണം. അപ്പോൾ ED തയ്യാറാക്കുന്ന മൊഴി കോടതിയിൽ മാപ്പ് സാക്ഷിയായി കൊടുക്കണം. അതിൽ ആ മൊഴിയാണ് കെജ്രിവാളിനെതിരായുള്ള തെളിവായി ഹാജരാക്കിയത് എന്നാണ് കെജ്രിവാൾ കോടതിയിൽ ഉന്നയിച്ച പ്രശ്നം. എവിടെ എത്തുന്നു നമ്മുടെ നീതിന്യായ വ്യവസ്ഥ? ഇതാണ് നാം കാണേണ്ട കാര്യം. നമ്മുടെ രാജ്യത്ത് ജനാധിപത്യ രീതികൾ ഏതെല്ലാം തരത്തിൽ അട്ടിമറിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രാധാന്യത്തോടെ നാം ശ്രദ്ധിക്കേണ്ടത്. ഈ കാര്യത്തിൽ മറ്റൊരു നില കൂടി നാം കാണേണ്ടതായിട്ടുണ്ട്. കെജ്രിവാളിൻ്റെ അറസ്റ്റിന് ഇടയാക്കിയത് കോൺഗ്രസിൻ്റെ നിലപാട് കൂടിയായിരുന്നു. കോൺഗ്രസ് നേരത്തെ മുതൽ കെജ്രിവാളിനെതിരെ ആരോപണം ഉന്നയിക്കുന്നുണ്ടായിരുന്നു. ഒരു വർഷം മുൻപ് ഇതേ കേസിൽ ഈ മന്ത്രിസഭയിലെ കെജ്രിവാളിൻ്റെ മന്ത്രിസഭയിലെ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്യുകയുണ്ടായി. ആ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ കോൺഗ്രസ് അവിടെ ചോദിച്ച ചോദ്യം, എന്തുകൊണ്ട് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നില്ല? കെജ്രിവാളാണല്ലോ മുഖ്യ സൂത്രധാരകൻ, അദ്ദേഹത്തെ എന്തുകൊണ്ട് കേസിൽപ്പെടുത്തുന്നില്ല? ഇതായിരുന്നു കോൺഗ്രസിൻ്റെ പ്രധാന ചോദ്യം. ഇത്തരം കേസുകളിൽ നാം കാണേണ്ടത് രാജ്യത്താകെ BJP ഇതര പ്രതിപക്ഷ പാർട്ടികളുടെ നേരെ എല്ലാ അന്വേഷണ ഏജൻസികളെയും ഉപയോഗിച്ചുള്ള വേട്ടയാടലാണ് BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി CBI ഉണ്ട്, ED ഉണ്ട്, സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗമുണ്ട്, ഇപ്പോഴാണെങ്കിൽ ഇൻകം ടാക്സും ഉണ്ട്. ഇവരെല്ലാവരും നമ്മുടെ രാജ്യത്തെ BJP ഇതര പ്രതിപക്ഷ പാർട്ടികളുടെ നേരെ വലിയ വലവീശി നടക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി കോൺഗ്രസ്സിലെ ഒരുപാട് നേതാക്കൾക്കെതിരെ ഇത്തരം നടപടികളുണ്ടായിട്ടുണ്ട്. അത് വരുമ്പോൾ അതിനെ എതിർക്കാൻ കോൺഗ്രസ് തയ്യാറാകാറുണ്ട്, ശക്തമായി അതിനെതിരെ പ്രതികരിക്കാറുണ്ട്. പക്ഷേ അതേ കാര്യം മറ്റ് കോൺഗ്രസ് ഇതര പ്രതിപക്ഷ പാർട്ടികളുടെ നേരെ വരുമ്പോൾ ഈ കോൺഗ്രസ് അവിടെ കേന്ദ്ര അന്വേഷണ ഏജൻസിയോടൊപ്പം നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. അതാണ് കെജ്രിവാളിൻ്റെ കാര്യത്തിൽ ഉണ്ടായത്. അതിൻ്റെ ഏറ്റവും വലിയ സാക്ഷിയായി കെജ്രിവാൾ മാറിയിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ 31-ാം തീയതി ഡൽഹി രാംലീല മൈതാനിയിൽ വലിയൊരു പ്രതിഷേധ യോഗം രാംലീല മൈതാനി നിറഞ്ഞു കവിയുമാറ് സംഘടിപ്പിക്കപ്പെടുകയുണ്ടായി. ആ യോഗത്തിൽ നിരനിരയായി ഇരിക്കുന്നുണ്ടായിരുന്നു കോൺഗ്രസ് നേതാക്കൾ. നല്ല കാര്യമാണ്. പക്ഷേ അവർക്കൊരു കാര്യം കൂടി പറയായിരുന്നു, ഞങ്ങൾ നേരത്തെ സ്വീകരിച്ച നിലപാട് തെറ്റായിപ്പോയി എന്ന് പറയാനുള്ള രാഷ്ട്രീയ ആർജവം അവർക്ക് കാണിക്കാമായിരുന്നു. അതവർ കാണിച്ചില്ല. പക്ഷേ അതിനുശേഷവും നിലപാടിൽ വ്യത്യാസമുണ്ടോ? നിലപാടിൽ വ്യത്യാസമുണ്ടെങ്കിൽ കേരളവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ സ്വീകരിക്കുന്ന നിലപാടിൽ ആ മാറ്റം കാണണമല്ലോ. ഇപ്പോൾ കിഫ്ബിക്കെതിരെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ രംഗത്ത് വന്നല്ലോ. കിഫ്ബി എന്ത് തെറ്റാണ് ചെയ്തത്? കിഫ്ബി ചെയ്തത് എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. നമ്മുടെ നാടിൻ്റെ വികസനം ശരിയായ രീതിയിൽ നടക്കണമെങ്കിൽ അതിന് ആവശ്യമായ പണം വേണം. ആ പണം നൽകാനുള്ള ശേഷി നമ്മുടെ സംസ്ഥാന ഖജനാവിനില്ല.
സംസ്ഥാന ബജറ്റിനെ മാത്രം ആശ്രയിച്ച് കേരളത്തിൻ്റെ വികസനം, ആവശ്യമായ വികസനം അതേ രീതിയിൽ നടത്താനാവില്ല. അപ്പോൾ നമുക്ക് വേറൊരു സാമ്പത്തിക സ്രോതസ്സ് കണ്ടെത്തേണ്ടതുണ്ടായിരുന്നു. അതിനാണ് 2016 LDF സർക്കാർ നമ്മുടെ കേരളത്തിൽ കിഫ്ബിയെ പുനർജീവിപ്പിച്ചത്. അതിലൂടെ 50,000 കോടി രൂപയുടെ വികസന പദ്ധതികൾ നടപ്പാക്കാനാണ് ഈ കാലയളവിൽ ഉദ്ദേശിക്കുന്നത് എന്ന് സർക്കാർ വ്യക്തമാക്കുകയുണ്ടായി. പറഞ്ഞത് 50,000 കോടിയാണെങ്കിലും 2021 പൂർത്തിയാകുമ്പോൾ അതിലൂടെ ഏറ്റെടുത്തത് 62,000 കോടി രൂപയുടെ പദ്ധതികളായിരുന്നു. ഇതെല്ലാം നമ്മുടെ അനുഭവത്തിലുള്ളതാണല്ലോ. ഇപ്പോഴാണെങ്കിൽ അത് 62-ൽ നിന്ന് ഉയർന്ന് 82,000 കോടി രൂപയിൽ എത്തി നിൽക്കുകയാണ്. എവിടെ തിരിഞ്ഞു നോക്കിയാലും കിഫ്ബിയുടെ സാക്ഷ്യപത്രങ്ങളായി സ്കൂളുകൾ, ആശുപത്രികൾ, റോഡുകൾ, പാലങ്ങൾ, ഓവർബ്രിഡ്ജുകൾ, നിരവധി പദ്ധതികൾ എല്ലാം നമുക്ക് കാണാൻ കഴിയുമല്ലോ. നമ്മുടെ തീരദേശ ഹൈവേ, മലയോര ഹൈവേ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം മാത്രമല്ല നാഷണൽ ഹൈവേ ഇവിടെ നടപ്പാക്കുന്നതിന് ഭൂമി ഏറ്റെടുക്കാൻ അതിന് ഒരു ഭാഗം സംസ്ഥാന സർക്കാർ വഹിക്കണമെന്ന് പറഞ്ഞപ്പോൾ 5,600 കോടി രൂപ സംസ്ഥാന സർക്കാർ നൽകിയത് ഈ കിഫ്ബിയിൽ നിന്ന് പണമെടുത്തുകൊണ്ടാണ്. ഇതെല്ലാം നമ്മുടെ നാടിൻ്റെ വികസനത്തിന് വേണ്ടിയാണല്ലോ. അപ്പോൾ നാടിൻ്റെ വികസനം അങ്ങനെ നടന്നുകൂടാ എന്ന വാശിയാണ് കേന്ദ്ര ഗവൺമെൻറ്റിനുള്ളത്. അതും നമ്മൾ കാണേണ്ടതാണ്. അതിൻ്റെ ഭാഗമായാണ് കിഫ്ബിക്കെതിരെയുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ നീക്കം. എന്തിനെതിരെയാണ് അന്വേഷണം നടക്കുന്നത്? കിഫ്ബി ഡൽഹി ആസ്ഥാനമായ മസാല ബോണ്ട് വാങ്ങിയെന്നാണ്. മസാല ബോണ്ടെന്ന് പറയുന്നത് ഒരു ദിവസം ഒരാളങ്ങ് ചെന്ന് ഇത്ര കോടി രൂപയുടെ ബോണ്ട് വേണമെന്ന് പറഞ്ഞാൽ ബോണ്ട് കൊടുക്കുന്നതല്ല. അതിനൊരുപാട് നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. ആ നടപടിക്രമങ്ങളിൽ ഏറ്റവും പ്രധാനം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അനുമതിയാണ്. ഒട്ടേറെ അനുമതികൾ വേണം. ആ സകല അനുമതിയും വാങ്ങിയതിന് ശേഷമാണ് കിഫ്ബി മസാല ബോണ്ട് വാങ്ങുന്നതിന് പോകുന്നത്. കാണേണ്ട കാര്യം കിഫ്ബിയുടെ സാമ്പത്തിക വിശ്വാസ്യത അത്ര വലുതാണ്. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ കേരളത്തിന് മസാല ബോണ്ട് അനുവദിച്ച് കിട്ടുന്നത്. ഇപ്പോൾ കേരളം പോലൊരു സംസ്ഥാനത്തിന് ഈ മസാല ബോണ്ട് വാങ്ങാൻ കഴിഞ്ഞു എന്നത് വലിയ യശസ്സുള്ളൊരു കാര്യമാണ്. അതിനെ ആ രീതിയിലാണ് യഥാർത്ഥത്തിൽ കാണേണ്ടത്. അത് മറ്റു തരത്തിൽ ദുർവ്യാഖ്യാനം നടത്തി അതിനെതിരെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നാണ്. എന്ത് ചെയ്യാനാണ്? സാധാരണ നിലക്ക് ഇതിന് അനുമതി കൊടുക്കേണ്ടത് റിസർവ് ബാങ്കാണ്. റിസർവ് ബാങ്കിൻ്റെ അനുമതിയോടെയാണ് എല്ലാ കാര്യങ്ങളും നടന്നത്. ഈ പണം വാങ്ങിക്കഴിഞ്ഞാൽ എന്തിന് ചെലവിടുന്നു എന്ന കാര്യം സാധാരണ നിലക്ക് റിസർവ് ബാങ്കിനെ അറിയിക്കണം. ഓരോ ഘട്ടത്തിലും അത് അറിയിച്ചിട്ടുണ്ട്. മസാല ബോണ്ടിന് നിശ്ചിത അവധിയുണ്ട്. ആ അവധിക്കുള്ളിൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ പണവും തിരിച്ചടച്ചും കഴിഞ്ഞിട്ടുണ്ട്. ഒരു പൈ അതിൽ ബാക്കി നിൽക്കുന്നില്ല. എല്ലാ കാര്യങ്ങളും കൃത്യമായി നടന്നു കഴിഞ്ഞു. പിന്നെ എന്താണ് ഇവർക്ക് അന്വേഷിക്കാനുള്ളത്? ഏത് കാര്യത്തെക്കുറിച്ചാണ് അന്വേഷിക്കാനുള്ളത്? അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അന്വേഷണ ഏജൻസി പുറപ്പെട്ടപ്പോൾ അതിൽ കിഫ്ബി തന്നെ വ്യക്തമാക്കി ഇതെല്ലാം ഞങ്ങളുടെ ബോർഡാണ് ചെയ്യുന്നത്. ബോർഡെന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ സാമ്പത്തിക രംഗത്തെ അതിപ്രഗത്ഭരായ വ്യക്തികൾ ഉൾക്കൊള്ളുന്ന ബോർഡാണ്. അവരുടെ വ്യക്തിത്വത്തെ ആർക്കും ചോദ്യം ചെയ്യാൻ കഴിയുന്നതല്ല. ആ തരത്തിലുള്ള വ്യക്തികളാണ്. അവരുൾക്കൊള്ളുന്ന ബോർഡാണ് ഈ കാര്യങ്ങൾ നിർവഹിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് അന്ന് ധനമന്ത്രിയുടെ ചുമതല വഹിച്ച സഖാവ് തോമസ് ഐസക്കിനെതിരെ നോട്ടീസ് അയക്കാൻ പുറപ്പെട്ടു. എന്തൊരു
അന്യായമായ നീക്കമാണ്. അതിനാണല്ലോ കോടതി ചോദിച്ചത്, ഹൈക്കോടതി ചോദിച്ചത്, എന്താണ് നിങ്ങൾക്ക് ഇത്ര ധൃതി എന്ന്. സാധാരണഗതിയിൽ സ്വീകരിക്കാൻ പാടില്ലാത്ത നടപടി സ്വീകരിച്ചുകൊണ്ടല്ലേ അങ്ങനെ ഒരു ചോദ്യം വന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ കഴിഞ്ഞ 31 ശേഷം കോൺഗ്രസിൻ്റെ മനോഭാവത്തിൽ വല്ല മാറ്റം ഉണ്ടോയെന്നാണ്. മാറ്റമില്ലാലോ. അതിനുശേഷമാണല്ലോ പ്രതിപക്ഷ നേതാവ് സഖാവ് ഐസക്കിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പ്രസ്താവന നടത്തിയത്. അപ്പോൾ ഒരു ഭാഗത്ത് ED നോട്ടീസ് അയക്കുന്നു, മറുഭാഗത്ത് ഐസക്കിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പ്രതിപക്ഷ നേതാവ് പ്രസ്താവന നടത്തുന്നു. ഇത് രണ്ടും ഒരേ സമയത്തല്ലേ. നേരത്തെ ED കിഫ്ബിക്കെതിരെ വന്നപ്പോൾ ഞങ്ങൾ നേരത്തെ ഇതല്ലേ പറയുന്നത്, നിങ്ങൾ എന്താണ് വൈകിയത് എന്നാണ് കേരളത്തിലെ കോൺഗ്രസും പ്രതിപക്ഷ നേതാവും ചോദിച്ചത്. ഇതാണ് മനോഭാവം. ഈ മനോഭാവത്തിലാണ് മാറ്റം ഉണ്ടാകേണ്ടത്. അപ്പോൾ കേരളത്തിനെതിരായിട്ടുള്ള ഒരു നില പൊതുവെ സ്വീകരിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുക. നമ്മുടെ നാടിൻ്റെ കൂടെ നിൽക്കാൻ കോൺഗ്രസ്സിനോ കോൺഗ്രസിൻ്റെ ഭാഗമായി ഇവിടുന്ന് ജയിച്ചു പോയ MPമാർക്കോ കഴിയുന്നില്ല എന്നത് നാം ഗൗരവമായി കാണേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20-ൽ 18 പേരാണ്, ഏറ്റവും ഒടുവിലത്തെ കണക്കാണ് ഞാൻ പറയുന്നത്, 18 പേരാണ് UDFനോടൊപ്പം ഉള്ളത്, 2 പേരാണ് LDFനോടൊപ്പം. ആലപ്പുഴയിലെയും കോട്ടയത്തെയും MPമാരായ ആരിഫും തോമസ് ചാഴിക്കാടനും. ബാക്കി 18-അംഗ സംഘം ഏതെങ്കിലും ഘട്ടത്തിൽ നമ്മുടെ പ്രതീക്ഷക്കനുസരിച്ച് പാർലമെൻറ്റിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ? ഇവിടെ പറഞ്ഞല്ലോ, നമ്മുടെ പൗരത്വ നിയമ ഭേദഗതിയുടെ പ്രശ്നങ്ങൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ആ പൗരത്വ നിയമ ഭേദഗതി വരുമ്പോൾ ഇവർ ആരെയെങ്കിലും കണ്ടോ എവിടെയെങ്കിലും? ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് നമ്മുടെ RSSൻ്റെ അജണ്ട അനുസരിച്ചാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ആ RSS അജണ്ട അനുസരിച്ച് നടപ്പാക്കിയ രണ്ടാമത്തെ കാര്യമാണ് ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളയൽ, അതിനൊരു സംസ്ഥാനമല്ലാതാക്കൽ, ആ സംസ്ഥാനത്തെ 3 വിഭജിക്കൽ. ഇതെല്ലാം ഒരു കടലാസെടുത്ത് വായിച്ചുകൊണ്ട് ഒരു ദിവസം ആഭ്യന്തരമന്ത്രി പാർലമെൻറ്റിൽ പ്രഖ്യാപിക്കുകയായിരുന്നു. രാജ്യം മുഴുക്കെ കനത്ത പ്രതിഷേധം. കോൺഗ്രസിനെ ആ പ്രതിഷേധത്തിൻ്റെ കൂടെ കണ്ടോ? എന്താ അവർ കാണാതിരുന്നത്? ഉണ്ടായില്ലല്ലോ. ഇവിടെയുള്ള 18-അംഗ സംഘത്തെ കണ്ടോ? കോൺഗ്രസിൻ്റെ രാജ്യസഭയിലെ ചീഫ് വിപ്പ്, അദ്ദേഹത്തിന് ആവേശം അടക്കാൻ പറ്റിയില്ല. എന്തൊരു നല്ല കാര്യമാണ് BJP ചെയ്തത് എന്നാണ് അദ്ദേഹത്തിൻ്റെ ധാരണ. അദ്ദേഹം കോൺഗ്രസ് വിട്ട് നേരെ BJP പോയി. BJP അദ്ദേഹത്തെ വീണ്ടും രാജ്യസഭാംഗമാക്കി രാജ്യസഭയിലേക്ക് അയച്ചു. ഇത്തരം സംഘപരിവാർ മനസ്സുകാരെത്ര? അപ്പോൾ സംഘപരിവാറിൻ്റെ ആശയത്തോട് ഒട്ടി നിന്നല്ലേ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. ഇവിടെ പറഞ്ഞല്ലോ NIA ഭേദഗതി ബില്ലിൻ്റെ കാര്യം. UAPA ഒരു കരിനിയമമാണല്ലോ. ആ കരിനിയമം കൂടുതൽ കരിനിയമമാക്കാൻ ഭേദഗതിയായിട്ട് BJP ഗവൺമെൻറ് വന്നു. കോൺഗ്രസ് ആരെ കൂടിയാണ് നിന്ന്? BJPയുടെ കൂടെ. ഇപ്പോൾ രാജ്യത്ത് മതനിരപേക്ഷതയെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ RSS അജണ്ടയുടെ ഭാഗമായി നടപ്പിലാക്കപ്പെടുമ്പോൾ നമ്മളെ ഈ 18-അംഗ സംഘത്തെ എവിടെയും കണ്ടില്ലല്ലോ. മാത്രമല്ല, ആ 18-അംഗ സംഘം നമ്മുടെ കേരളത്തിൻ്റെ പ്രശ്നങ്ങളിൽ കേരളത്തോടൊപ്പം നിന്നോ? ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ വന്ന് പ്രസ്താവിച്ചിരിക്കുകയാണ്, നമ്മുടെ കേരളത്തെ വല്ലാതെ വികസിപ്പിക്കുമെന്ന്. എങ്ങനെ വിശ്വസിക്കും ആളുകൾ? ഒരാപൽക്കാലത്തല്ലേ ശരിയായ സഹായം ചെയ്യേണ്ടത്? ആ ആപൽഘട്ടം നമുക്ക് നിരവധി ഘട്ടങ്ങളുണ്ടായല്ലോ. നൂറ്റാണ്ടിലെ മഹാപ്രളയം കേരളത്തെ എറിയുന്നു. സഹായിച്ചോ നിങ്ങൾ? സഹായിക്കാൻ തയ്യാറായോ? സഹായിക്കാൻ തയ്യാറായവരെ അതിനനുവദിച്ചോ? എന്തെല്ലാം നിഷേധാത്മക സമീപനങ്ങളാണ് സ്വീകരിച്ചിരുന്നത്. ഇതെല്ലാം നമ്മുടെ ദുരനുഭവത്തിൽപ്പെട്ടതല്ലേ. കേരളത്തിന് അർഹതപ്പെട്ടത് എന്തെങ്കിലും തന്നോ? ഇപ്പോൾ കേരളത്തിന് ആരോഗ്യ മേഖലയിലെ പ്രത്യേകത ലോകം അംഗീകരിക്കുന്നതാണല്ലോ.
പക്ഷെ ഇതേവരെ എയിംസ് ഇവിടെയുണ്ടോ? ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്. എന്താണ് കാര്യം? ഈ പ്രധാനമന്ത്രിയുടെ അടുത്ത് എത്ര തവണ ചെന്നതാണ്? കേരളത്തോടൊരു പ്രത്യേക മനോഭാവത്തോടെയല്ലേ നിങ്ങൾ പെരുമാറുന്നത്? നിങ്ങളെ കേരളം സ്വീകരിക്കുന്നില്ല, BJPയെ. എന്തുകൊണ്ട്? കേരളം ഒരു പ്രത്യേക നാടാണല്ലോ. ജാതിഭേദവും മതദ്വേഷവും ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്നൊരു നാടാണിത്. ആ നാട്ടിൽ വിദ്വേഷത്തിൻ്റെ പ്രത്യയശാസ്ത്രത്തിന് അംഗീകാരം കിട്ടില്ല. അതുകൊണ്ടാണ് BJPയെ സ്വീകരിക്കാത്തത്. BJPയെ സ്വീകരിക്കാത്തതിന് നാടിനെയും ജനങ്ങളെയും വെറുത്തിട്ട് കാര്യമുണ്ടോ? അതിന് പക തീർക്കാൻ പുറപ്പെടാവുമോ? അതല്ലേ നിങ്ങളുടെ ഭാഗത്തുണ്ടായത്? ആ പകയോടെയല്ലേ നിങ്ങൾ ഇതേവരെ സമീപിച്ചത്? ആ നിങ്ങൾ പറയുന്ന കാര്യം എങ്ങനെ ആൾ മുഖവിലക്കെടുക്കും? ഇവിടെ നിങ്ങൾ പറഞ്ഞു സുപ്രീം കോടതിയിൽ നിന്ന് കനത്ത തിരിച്ചടി സംസ്ഥാന സർക്കാരിന് ഏറ്റുവന്നു. പ്രധാനമന്ത്രി എന്ന നിലക്ക് പറയാൻ പറ്റുന്നൊരു കാര്യമാണോ പറഞ്ഞത്? ഇതെല്ലാം എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ? അങ്ങനെ അറിയാവുന്ന കാര്യം പച്ചയായി മറ്റൊരു രീതിയിൽ പ്രധാനമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഒരാൾ പറയാമോ? എന്താ അറിയാവുന്ന കാര്യം എന്ന് ഞാൻ പറയുന്നത്? സുപ്രീം കോടതിയിൽ ഗതിയില്ലാതെയാണ് ഞങ്ങൾ പോയത്. കാരണം ഒരുപാട് നിവേദനങ്ങൾ നടത്തി, ഒരു ഫലവുമില്ല. അവസാനമാണ് സുപ്രീം കോടതിയെ സമീപിക്കുന്നത്. സുപ്രീം കോടതിയെ സമീപിക്കുമ്പോൾ ഞങ്ങൾ നൽകിയൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അതിൽ പറഞ്ഞു 7 വർഷം കൊണ്ട് കേരളത്തിന് ലഭിക്കേണ്ടിയിരുന്ന 1,07,500 കോടിയിൽ പരം രൂപയാണ് കേന്ദ്ര സർക്കാർ നിഷേധിച്ചത്. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഒരു സംസ്ഥാനത്തിന് 7 വർഷം ലഭിക്കേണ്ട പണം 1,07,500 കോടി രൂപ ലഭിക്കാതിരുന്നാൽ ആ സംസ്ഥാനം എങ്ങനെ മുന്നോട്ട് പോകും? ഏതെല്ലാം മേഖലയിൽ ചെലവഴിക്കേണ്ട പണമാണത്? ആ കേസ് ആ പണം കിട്ടാൻ വേണ്ടിയായിരുന്നില്ല, അതൊരു വസ്തുത പറഞ്ഞു എന്നുള്ളത് മാത്രമാണ്. ആ കേസ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പം തരേണ്ട ഒരു പണത്തിൻ്റെ പ്രശ്നം വന്നത്. അപ്പോൾ 13,000 കോടിയിൽ പരം രൂപ ഇപ്പോൾ കിട്ടേണ്ടതാണ്. അത് നമുക്ക് അർഹതപ്പെട്ടതാണ്. ആ പ്രശ്നം കോടതിയുടെ മുന്നിലെത്തിയപ്പോൾ കോടതി പറഞ്ഞു, നിങ്ങൾ 2 ഗവൺമെൻറ്റുകളല്ലേ, നിങ്ങൾ ചർച്ച ചെയ്യൂ. ചർച്ച ചെയ്തപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് മുട്ടാപ്പോക്കുന്നില്ല. നിങ്ങൾ കേസ് പിൻവലിച്ചാലേ ഞങ്ങൾ എന്തെങ്കിലും ചെയ്യും. കോടതിയുടെ മുൻപാകെ എല്ലാം പറഞ്ഞു. അപ്പോൾ സുപ്രീം കോടതി കേന്ദ്ര ഗവൺമെൻറ്റിനോട്, നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത്? ഈ 13,000 കോടിയിൽ പരം രൂപ കേരളത്തിന് അർഹതപ്പെട്ടതല്ലേ? നിങ്ങൾ ആദ്യം അത് കൊടുക്കൂ. അതാണ് സുപ്രീം കോടതി എടുത്ത നിലപാട്. ആ പണം ആ നിലപാടിൻ്റെ ഭാഗമായി തരേണ്ടി വന്നു. ഇതൊരു ഔദാര്യമല്ല കേട്ടോ, ഇത് കേരളത്തിന് അർഹതപ്പെട്ടതാണ്. ആ അർഹതപ്പെട്ട പണം കിട്ടുന്നതിനടക്കം സുപ്രീം കോടതിയുടെ ഇടപെടൽ വേണ്ടി വന്നു എന്നാണ് അനുഭവം. അതിൻ്റെ ശേഷം ആ കാര്യം ഗൗരവമായി കോടതി പരിശോധിക്കുകയാണ്, കേസ് പരിശോധിക്കുകയാണ്, വാദം കേൾക്കുകയാണ്. അവസാനം കോടതി പറഞ്ഞു, ഇവിടെ ഉന്നയിച്ചത് അതീവ ഗൗരവമായ വിഷയമാണ്, പക്ഷേ ഞങ്ങൾ ഇതേവരെ കടക്കാത്തൊരു മേഖലയാണിത്. അതായത് സുപ്രീം കോടതി ഇതുവരെ വ്യക്തത വരുത്താത്തൊരു മേഖലയാണിത്. ഏതാണത്? സാമ്പത്തിക ഫെഡറലിസം. ആ സാമ്പത്തിക ഫെഡറലിസത്തിൽ എന്ന തത്വം ലംഘിക്കുന്നു എന്നാണ് കേരളം ഉന്നയിച്ച പ്രശ്നം. അതിൽ നേരത്തെ സുപ്രീം കോടതി ഒരു നിലപാടെടുത്തിട്ടില്ല. ഇത് ഗൗരവമായി കേൾക്കേണ്ട വിഷയമാണ്. അതുകൊണ്ട് 5 അംഗ ഭരണഘടനാ ബെഞ്ചിന് ഈ കേസ് വിടുന്നു എന്നാണ് പറഞ്ഞത്. അത് കേരളത്തിൻ്റെ വാദം അംഗീകരിച്ചുകൊണ്ട് കോടതി സ്വീകരിച്ച നിലപാടാണ്. അതിനെക്കുറിച്ച് ഇങ്ങനെ വക്രീകരിച്ച് പ്രധാനമന്ത്രി സ്ഥാനത്തിരിക്കുന്നയാൾ പറയാൻ പാടുണ്ടോ? ഇതൊരു ഭാഗം. ഈ ഘട്ടത്തിലൊക്കെ നമ്മുടെ ഈ 18 അംഗ സംഘം ചെയ്തതെന്താ? ഏതെങ്കിലും ഘട്ടത്തിൽ കേരളത്തിന് വേണ്ടി ശബ്ദിച്ചോ? എല്ലാ ഘട്ടത്തിലും BJP ഗവൺമെൻറ് ന്യായമായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ആ 18 അംഗ സംഘം എല്ലാവരും ഒരേപോലെയാണ് നിന്നത് കേട്ടോ, ഒരു വ്യത്യാസം ഉണ്ടായിട്ടില്ല. അതിൽ കോൺഗ്രസ് ആയാലും ലീഗായാലും എല്ലാം ഒരേ നിലപാടാണ് സ്വീകരിച്ചു പോയത്. അതാണ് നാം കാണേണ്ടത്. കേരളത്തിന് വേണ്ടി ശബ്ദിച്ചോ? BJPക്ക് കേരളത്തോട് വിരോധപരമായ സമീപനമുണ്ട്, അത് നമുക്കറിയാം. നിങ്ങൾക്കെന്താണ് പ്രശ്നം? ഒരനുഭവം ഞാൻ പറയാം.
ഞങ്ങൾ പാർലമെൻറ്റ് സമ്മേളനത്തിന് മുൻപ് എം.പിമാരുടെ യോഗം വിളിച്ചു ചേർക്കും. 2 തവണ ഇവരോട് ആവശ്യപ്പെട്ടു, നിങ്ങൾ ഒന്നിച്ച് സംയുക്തമായി ധനമന്ത്രിയെ കാണണം. കണക്കുകളെല്ലാം പറഞ്ഞു, ഇത് കാര്യങ്ങൾ അവരോട് അവതരിപ്പിക്കണം. സമ്മതിച്ചു. പക്ഷേ നിവേദനത്തിൽ ഒപ്പിടാൻ തയ്യാറായില്ല ആദ്യത്തെ തവണ. 2ാമത്തെ തവണ നിവേദനമായിട്ട് ചെന്നപ്പോൾ പറഞ്ഞു, ഒപ്പിടാം, പക്ഷേ ഒരു വാചകം എഴുതണം. കേരളത്തിലെ സർക്കാരിൻ്റെ കെടുകാര്യസ്ഥയാണ് ഇതിനെല്ലാം ഇടയാക്കിയത് എന്ന് എഴുതണം. എങ്ങനെയുണ്ട്? നമ്മൾ കൊടുക്കുന്ന നിവേദനം എന്താ? കേന്ദ്രം കേരളത്തോട് അവഗണന കാണിക്കുന്നു, കേന്ദ്രം കേരളത്തോട് വിവേചനം കാണിക്കുന്നു. എന്നിട്ട് അതിൽ പറയുക, ഇതൊന്നും നിങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല, ഞങ്ങളെ സംസ്ഥാനത്തൊരു സർക്കാരുണ്ട്, ആ സർക്കാർ കാണിക്കുന്ന പിടിപ്പുകേട് കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചിട്ടുള്ളത്. എങ്ങനെയുണ്ട്? ഇത്ര കണ്ട് BJP സർക്കാരിനോട് ഒട്ടി നിൽക്കുന്ന നില എങ്ങനെ വന്നു ഇവർക്ക്? ഇതാണ് നാം കാണേണ്ടത്. നമ്മൾ ഈ കഴിഞ്ഞ 5 വർഷക്കാലത്തെ അനുഭവം, BJP സ്വീകരിക്കുന്ന കേരള വിരുദ്ധ നില, അതേ കേരള വിരുദ്ധ നിലയാണ് നമ്മൾ ഇവിടുന്ന് തിരഞ്ഞെടുക്കപ്പെട്ടു പോയ ഇവർ കാണിച്ചത്, ഈ 18 അംഗ സംഘം കാണിച്ചത്. ഇതിൻ്റെ ഭാഗമായി നമ്മുടെ കേരളത്തിലാകെ ഒരു മണ്ഡലവും ഒഴിവില്ല. എല്ലാ മണ്ഡലങ്ങളിലും ശക്തമായ വികാരം ഈ കേരള വിരുദ്ധ നിലപാട് സ്വീകരിച്ചവർക്കെതിരെ ഉയർന്നു വന്നിരിക്കുകയാണ്. അതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതിൻ്റെ ഫലമായി സംഭവിക്കുന്നത് എന്താ? എല്ലാ മണ്ഡലങ്ങളിലും അതിശക്തമായ ഒരു LDF അനുകൂല തരംഗം അലയടിച്ചുയരുന്നു എന്നാണ് കാണാൻ നമുക്ക് കഴിയുന്നത്. ഈ സാഹചര്യത്തിലാണ് ഞങ്ങളിവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി സഖാവ് KS ഹംസയെ നിർത്തിയിരിക്കുന്നത്. ഇതിനകം തന്നെ പൊന്നാനി നിയോജകമണ്ഡലം ഹംസയെ നെഞ്ചേറ്റി കഴിഞ്ഞിട്ടുണ്ട്. വലിയ തോതിലുള്ള സ്വീകാര്യത ഇതിനകം KS ഹംസക്ക് ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ നാടിൻ്റെ പ്രശ്നങ്ങൾ, സംസ്ഥാനത്തിൻ്റെ പ്രശ്നങ്ങൾ, രാജ്യത്തുയർന്നു വരുന്ന പ്രശ്നങ്ങൾ, അതെല്ലാം നല്ല വ്യക്തതയോടെ അവതരിപ്പിക്കാൻ ഹംസക്ക് കഴിയും എന്നതിൽ ആരും സംശയിക്കേണ്ടതില്ല. എല്ലാവർക്കും അതേ രീതിയിൽ അഭിമാനിക്കാവുന്ന ഒരു പ്രതിനിധിയായി സഖാവ് ഹംസ തിളങ്ങും എന്നാണ് നാം കാണേണ്ടത്. അതുകൊണ്ട് തന്നെ സഖാവ് KS ഹംസയുടെ ചിഹ്നം അരിവാൾ ചുറ്റിക നക്ഷത്രമാണ്. അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വലിയ ഭൂരിപക്ഷത്തോടെ പൊന്നാനിയുടെ പ്രതിനിധിയായി ലോക്സഭയിലേക്ക് KS ഹംസയെ അയക്കുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ അഭിവാദ്യങ്ങൾ. ശരി.